അപ്പോൾ റെഡോക്സ് റിയാക്ഷൻസ് എന്ന് പറയുന്ന പോർഷനാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. സോ ഈ റെഡോക്സ് റിയാക്ഷൻസ് എന്ന് പറയുന്ന ചാപ്റ്ററിനെ ഞാൻ 2 വീഡിയോസാക്കി ചെയ്യുകയാണ്. സോ ഫസ്റ്റ് പോർഷൻ എന്ന് പറയുന്നത് അതിൻ്റെ ബേസിക് എന്തൊക്കെയാണെന്നുള്ള കാര്യങ്ങൾ, സെക്കൻഡ് പോർഷൻ എന്ന് പറയുന്നത് എങ്ങനെ നമുക്ക് എന്താണ് അതിനെ ബാലൻസ് ചെയ്യാം നമ്മുടെ ഹാഫ് റിയാക്ഷൻ മെത്തേഡ് ഉപയോഗിച്ചിട്ടോ അല്ലെങ്കിൽ രണ്ടാമത്തെ മെത്തേഡാണ് സെക്കൻഡ് മെത്തേഡ് വെച്ചിട്ടോ റിയാക്ഷൻ മെത്തേഡ് അല്ലെങ്കിൽ ഓക്സിഡേഷൻ നമ്പർ മെത്തേഡ്, ഏത് നമ്പർ മെത്തേഡ് വെച്ചിട്ടാണ് നമ്മൾ ചെയ്യുന്നതെന്ന് വെച്ചാൽ അതിനനുസരിച്ച് നമുക്കത് സെപ്പറേറ്റ് ആയിട്ട് വീഡിയോസ് ചെയ്യാം. അപ്പോൾ ഫസ്റ്റ് ബേസിക് കാര്യങ്ങളാണ്. സോ നമുക്ക് അറിയാവുന്നൊരു പ്രധാനപ്പെട്ട കാര്യം, ആദ്യത്തെ കാര്യം നമ്മൾ അറിയണമെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് എന്താണ് റെഡോക്സ് റിയാക്ഷൻസ് നമ്മൾ ആദ്യം മനസ്സിലാക്കണം. ഓക്കെ, റെഡോക്സ് റിയാക്ഷൻസ് എന്ന് പറയുന്നത് ഒരു കൺസെപ്റ്റാണ്. സത്യം പറഞ്ഞാൽ നമ്മളൊരു റിയാക്ഷൻ ചിലപ്പോൾ ഓക്സിഡേഷൻ റിയാക്ഷൻ ആവാം, അല്ലെങ്കിൽ റിഡക്ഷൻ റിയാക്ഷൻസ് ആവും. അപ്പോൾ എങ്ങനെയാണ് ഓക്സിഡേഷൻ അല്ലെങ്കിൽ റിഡക്ഷൻ റിയാക്ഷൻ നമ്മൾ സെപ്പറേറ്റ് ചെയ്യുന്നത്? ഇപ്പം ഒന്നെങ്കിൽ അഡിഷൻ ഓഫ് ഓക്സിജൻ അല്ലെങ്കിൽ ഒരു ഇലക്ട്രോ നെഗറ്റീവ് എലമെൻറ്റിൻ്റെ അഡിഷൻ, ഉദാഹരണത്തിന് നമ്മൾ ക്ലോറിൻ ആഡ് ചെയ്യുക, അല്ലെങ്കിൽ അയഡിൻ ആഡ് ചെയ്യുക, അല്ലെങ്കിൽ ബ്രോമിൻ, അസറ്റാറ്റിൻ, ഇതുപോലുള്ള സാധനങ്ങൾ ആഡ് ചെയ്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു പ്രോസസ്സിനെ നമുക്ക് എന്തെന്ന് പറയാൻ പറ്റും? ഓക്സിഡേഷൻ എന്ന് പറയാൻ പറ്റും. അതുപോലെ തന്നെ ഈ ഇരിക്കുന്ന സെയിം മെത്തേഡിൽ തന്നെ ഹൈഡ്രജൻ റിമൂവ് ചെയ്യണം. അപ്പം ചിലപ്പോൾ ആ കോമ്പൗണ്ടിൽ ഓക്സിജൻ ഉണ്ടാവില്ല, പക്ഷേ പകരം ഹൈഡ്രജൻ ഉണ്ടാവും. അപ്പം ഹൈഡ്രജനെ റിമൂവ് ചെയ്യുക എന്ന് പറയുന്നതിനും അല്ലെങ്കിൽ ഇലക്ട്രോ പോസിറ്റീവ് ആയിട്ടുള്ള എലമെൻറ്റിനെ അതിൽ നിന്ന് റിമൂവ് ചെയ്ത് മാറ്റുക, ഈ രണ്ട് പ്രോസസ്സിനെയും അതിനെ എന്തെന്ന് പറയാൻ പറ്റും? നമുക്ക് ഓക്സിഡേഷൻ എന്ന് പറയാം. ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റാണ് റിഡക്ഷൻ പ്രോസസ്സ് എന്ന് പറയുന്നത്. അപ്പം ഏത് ഒബ്ജക്റ്റിനാണോ ഓക്സിഡേഷൻ സംഭവിക്കുന്നത് അതിനെ നമ്മൾ വിളിക്കുന്ന പേര് റെഡ്യൂസിങ് ഏജൻറ്റ് എന്നാണ്. നമ്മൾ ഓക്സിഡേഷൻ സംഭവിക്കുന്നതിനെ റെഡ്യൂസിങ് ഏജൻറ്റ് എന്നും അതുപോലെ തന്നെ റിഡക്ഷൻ സംഭവിക്കുന്നതിനെ ഓക്സിഡൈസിങ് ഏജൻറ്റ് എന്നുമാണ് നമ്മൾ പറയുന്നത്. ഇനി ഈ ഓക്സിഡേഷനും റിഡക്ഷനും ഒരേ സമയം ഒരു ഇക്വേഷനിൽ നടക്കുകയാണെന്ന് കരുതുക. സോ ദാറ്റ് കൈൻഡ് ഓഫ് റിയാക്ഷൻസ് ഈസ് കോൾഡ് ആസ് റെഡോക്സ് റിയാക്ഷൻസ്. ഉദാഹരണത്തിന് നമുക്കൊരു എക്സാമ്പിൾ തന്നിട്ടുണ്ട്. ഉദാഹരണത്തിന് സിങ്ക് പ്ലസ് കോപ്പർ ഓക്സൈഡ്. എന്താണ് സിങ്ക് പ്ലസ് കോപ്പർ ഓക്സൈഡിൻ്റെ കേസിലാണെങ്കിൽ സിങ്കിൾ മോർ റിയാക്റ്റീവ് ആണ്. ഓക്കെ, അപ്പോൾ ആ സമയത്ത് സിങ്ക് എന്ന് പറയുന്നത് കോപ്പറിൻ്റെ കൂടെയുള്ള ഓക്സിജനെ വലിച്ചെടുത്തിട്ട് സിങ്ക് ഓക്സൈഡും കോപ്പറായിട്ട് മാറുന്നുണ്ട്. അപ്പോൾ ഇവിടെ സംഭവിക്കുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ ഓക്സിഡൈസ്ഡ് ആവുന്ന ഏതാണ്? ഇസഡ് ആണ് ഓക്സിഡൈസ് ആവുന്നത്. സോ വിച്ച് മീൻസ് ഇസഡ് വുഡ് ബി ദി റെഡ്യൂസിങ് ഏജൻറ്റ് അല്ലേ. അതുപോലെ തന്നെ മറ്റെന്താണ് നമുക്കുള്ളത്? കോപ്പർ ഓക്സൈഡ് ഈസ് കൺവേർട്ടഡ് ടു കോപ്പർ. അപ്പോൾ എന്താണ് കോപ്പർ എന്ന് പറയുന്നത്? എന്താണ് ഓക്സിഡൈസിങ് ഏജൻ്റ് ആണ്. അതായത് കോപ്പർ ഓക്സിജനെ കൊടുക്കുകയാണ്, സിങ്ക് ഓക്സിജനെ മേടിക്കുകയാണ്. അപ്പോൾ എന്താണ് സിങ്ക് റെഡ്യൂസിങ് ഏജൻ്റ് എന്നും കോപ്പർ എന്ന് പറയുന്നത് ഓക്സിഡൈസിങ് ഏജൻ്റ് എന്ന് നമുക്ക് പറയാൻ പറ്റും. ഇനി ഇതുപോലെ തന്നെ നമുക്ക് 2-3 എക്സാമ്പിൾസ് ഉണ്ട്. ഉദാഹരണത്തിന് തന്നിരിക്കുന്നത് ഫെറിക് ക്ലോറൈഡ് പ്ലസ് ഹൈഡ്രജൻ, അതുപോലെ തന്നെ H2S എന്താണ്? ഹൈഡ്രജൻ സൾഫൈഡ്, ഡൈ ഹൈഡ്രജൻ സൾഫൈഡ് പ്രിസൈസ്ലി. അപ്പം അതിലെന്താണ് H2S എന്ന് പറയുന്ന ഓക്സിഡൈസ്ഡ് ആവുകയും ഓക്സിജനെ റിഡ്യൂസ്ഡ് ആവുകയും ചെയ്യും. ഇനി നിങ്ങൾ പ്രധാനമായിട്ടൊരു കാര്യം ചിന്തിക്കേണ്ടത്, ഈ ഇരിക്കുന്ന സെയിം കാര്യം ഓക്സിജനും ഹൈഡ്രജനും ഒക്കെ ആപ്ലിക്കബിൾ ആണ്. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ നമ്മൾ ഓക്സിജനെ നമുക്ക് ഓക്സിഡൈസ് ചെയ്യാൻ പറ്റും, ഓക്സിജനെ റെഡ്യൂസ് ചെയ്യാനും പറ്റും. അതുപോലെ തന്നെ ഹൈഡ്രജനെ ഓക്സിഡൈസ് ചെയ്യാനും പറ്റും, ഹൈഡ്രജൻ നമുക്ക് റെഡ്യൂസ് ചെയ്യാനും പറ്റും. ഇനി സെയിം കൺസെപ്റ്റിൽ തന്നെ ഒരു ഇലക്ട്രോണിക് കോൺസെപ്റ്റ് ഉണ്ട്. നമ്മൾ ആദ്യം പറഞ്ഞത് എന്താണ്? ബേസിക് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഇപ്പം ഇതുപോലെ തന്നെ നമുക്ക് ഇലക്ട്രോൺസിൻ്റെ റിമൂവലിൻ്റെയോ ഗെയിനോ. അപ്പം എന്താണ്? ഓക്സിഡേഷൻ ഈസ് എ പ്രോസസ് ഓഫ് റിമൂവൽ ഓഫ് ഇലക്ട്രോൺ അല്ലെങ്കിൽ ലോസിങ് ഓഫ് ഇലക്ട്രോൺ, ആൻഡ് റിഡക്ഷൻ ഈസ് ദി പ്രോസസ് ഓഫ് അഡിഷൻ ഓഫ് ഓർ ഗെയിനിങ് ഓഫ് ഇലക്ട്രോൺസ്, അല്ലെങ്കിൽ ഇലക്ട്രോൺസിനെ വാങ്ങിക്കുക അല്ലെങ്കിൽ ഇലക്ട്രോൺസിനെ ഗെയിൻ ചെയ്യുക, ആ പ്രോസസ്സിനെ നമുക്ക് റിഡക്ഷൻ എന്ന് പറയാൻ പറ്റും. ഉദാഹരണത്തിന് ഇതൊന്ന് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സെൽ റിയാക്ഷനാണ്. സത്യം പറഞ്ഞാൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ബാറ്ററിക്കകത്ത് നടക്കുകയാണ് ഈ ഒരു സംഭവം എന്ന് പറയുന്നത്. ഒരു ബാറ്ററി നമ്മൾ എടുത്തു കഴിഞ്ഞാൽ ഈ ബാറ്ററിക്കകത്ത് നടക്കുന്ന ഒരു പ്രോസസ്സിനെന്ന് വേണമെങ്കിൽ പറയാം ഈ ഇരിക്കുന്ന സാധനം എന്ന് പറയുന്നത്. ഇതിനകത്ത് Ag എന്ന് പറയുന്നതെന്ന് പറഞ്ഞാൽ സിൽവറാണ്. കോപ്പറും Agയും തമ്മിൽ റിയാക്ട് ചെയ്യുമ്പോൾ ഇതിനൊരു ഈ ഇരിക്കുന്ന സംഭവത്തിനൊരു പൊട്ടൻഷ്യലുണ്ട്. ഈ കോപ്പറും നമ്മൾ ഈ സിൽവറും ചേർത്ത് കഴിഞ്ഞ് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്ന ഒരു സെല്ലിനൊരു പൊട്ടൻഷ്യലുണ്ട്. അപ്പോൾ ആ ഒരു സെൽ റിയാക്ഷൻസിനാണ് സത്യം പറഞ്ഞാൽ റെഡോക്സ് റിയാക്ഷൻസ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. ബാറ്ററി, അതുപോലെ തന്നെ സെല്ലിൻ്റെ ഫോർമേഷൻസ്, ഇതിൻ്റെ കാര്യത്തിനൊക്കെയാണ് നമ്മൾ റെഡോക്സ് റിയാക്ഷൻസ് ഒരുപാട് ഉപയോഗിക്കുന്നത്. നെക്സ്റ്റ് നമ്മൾ ഈ ഇരിക്കുന്ന ഞാനിപ്പോൾ പറഞ്ഞ കണക്ക് ഈ ഓക്സിഡേഷനും റിഡക്ഷനും പറഞ്ഞതുപോലെ തന്നെ ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഇതിൻ്റെ എല്ലാം കൂടി ഒരു സീക്വൻഷ്യൽ റെപ്രസെൻറ്റേഷൻ, അതായത് ഏറ്റവും കുറഞ്ഞതിൽ നിന്ന് ഏറ്റവും കൂടിയതിലേക്ക് അല്ലേ, അത് തിരിച്ചും ആവാം, അല്ലെങ്കിൽ ഏറ്റവും കൂടിയതിൽ നിന്ന് ഏറ്റവും കുറഞ്ഞതിലേക്കും പോവാം. അപ്പോൾ ടെക്നിക്കലി നമ്മൾ ആദ്യം കൊടുക്കുന്ന ഏറ്റവും കൂടുതൽ E/V, അതായത് പൊട്ടൻഷ്യൽ ബൈ വോൾട്ടേജ് വാല്യൂ ഉള്ള എലമെൻറ്റിന് ഏറ്റവും ടോപ്പിൽ കൊടുക്കുകയും ഏറ്റവും കുറവ് വാല്യൂ ഉള്ളതിനെ താഴെ കൊടുക്കുകയും ചെയ്യും. ഏറ്റവും ടോപ്പിൽ നിൽക്കുന്നത് ഫ്ലൂറിനും ഏറ്റവും താഴെ നിൽക്കുന്നത് ലിഥിയവുമാണ്.
ഫ്ലൂറിൻ്റെ കേസിൽ നമുക്ക് 2.87 ആണ് അതിൻ്റെ ഇലക്ട്രോ കെമിക്കൽ വാല്യൂ എന്ന് പറയുന്നത്. 2.87 നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ പേജ് നമ്പർ 271 272 എന്നൊക്കെ പറയുന്ന പേജ് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ഒരു കാര്യം നിങ്ങൾക്ക് കൃത്യമായിട്ട് കാണാൻ പറ്റും. ഒരു ഇലക്ട്രോ കെമിക്കൽ സീരീസ് നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിട്ടുണ്ട്. ഇത് ചെറിയൊരു നോട്ടായതുകൊണ്ട് ഇതിനകത്ത് ഇലക്ട്രോ കെമിക്കൽ സീരീസ് ഒന്നും കൊടുക്കാനുള്ള സാധ്യതയില്ല. സോ ഈ പേജ് നമ്പർ റെഫർ ചെയ്ത് നോക്കുക. ആ പേജ് നമ്പറിൽ ഇലക്ട്രോ കെമിക്കൽ സീരീസ് ഉണ്ട്. അതിൽ ഏറ്റവും ടോപ്പ് നിൽക്കുന്ന എലമെൻറ്റും ഏറ്റവും താഴെ നിൽക്കുന്ന എലമെൻറ്റ് എന്ന് പറയുന്നത് ലിഥിയം ആണ്. ഈ ഫ്ലൂറിനും ലിഥിയവും കൂടെ ചേർത്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന ഏറ്റവും എഫിഷ്യൻ്റ് ആയിട്ടുള്ള ഒരു സെല്ലായിരിക്കും നമുക്ക് കിട്ടുക. പക്ഷേ ഒരു കാരണവശാലും ഇത് രണ്ടും കൂടി നമുക്ക് ഒരുമിച്ച് ക്രിയേറ്റ് ചെയ്യാൻ പറ്റത്തില്ല. ഒരു സെല്ല് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഭയങ്കര വിഗ്രസ് ആയ ഒരു റിയാക്ഷൻ ആയിരിക്കും ഇത് തമ്മിൽ നടക്കുക എന്ന് പറയുന്നത്. സോ അതുപോലെ തന്നെ ഇനി ഒരു പ്രധാനപ്പെട്ട ഈ ചാപ്റ്ററിൽ മറ്റൊരു പ്രധാനപ്പെട്ട ടേമാണ് ഓക്സിഡേഷൻ നമ്പർ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഓക്സിഡേഷൻ സ്റ്റേറ്റ് എന്ന് പറയുന്നത്. ഓക്സിഡേഷൻ സ്റ്റേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കോമ്പൗണ്ടിനകത്ത് ഒരു പർട്ടിക്കുലർ എലമെൻറ്റിന് എത്ര ഓക്സിഡേഷൻ സ്റ്റേറ്റ് ഉണ്ടോ, അല്ലെങ്കിൽ എത്ര ഇലക്ട്രോൺ അതിൻ്റെ എത്ര ആറ്റം പങ്കെടുത്തിട്ടാണ് അത് ക്രിയേറ്റ് ചെയ്യുന്നത്, ആ ഒരു സിറ്റുവേഷനെയാണ് നമ്മൾ ഓക്സിഡേഷൻ സ്റ്റേറ്റ് എന്ന് പറയുന്നത്. ഫ്രീ സ്റ്റേറ്റിൽ ഒരു മെറ്റീരിയലിൻ്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് എന്ന് പറയുന്ന കൺസെപ്റ്റ് നമുക്ക് പറയാൻ പറ്റത്തില്ല. ഒരു കോമ്പൗണ്ട് അല്ലെങ്കിൽ ഒരു എലമെൻറ്റ് തമ്മിൽ ജോയിൻ ചെയ്തൊരു കോമ്പൗണ്ട് ക്രിയേറ്റ് ചെയ്യുമ്പോഴാണ് നമ്മൾ ഓക്സിഡേഷൻ സ്റ്റേറ്റ് അല്ലെങ്കിൽ ഓക്സിഡേഷൻ നമ്പർ എന്ന് പറയുന്ന കൺസെപ്റ്റ് നമ്മൾ ആദ്യം കൺസിഡർ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ആദ്യം ഈ KMnO4 എന്ന് പറയുന്ന സാധനം എന്ന് പറയുന്നത് എന്താണ്? പൊട്ടാസ്യം പെർമാംഗനേറ്റ് ആണ്. നമ്മുടെ ലാബിലൊക്കെ ടൈട്രേഷന് വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു എലമെൻ്റ് ആണ്. അതുപോലെ തന്നെ നമ്മുടെ വാട്ടർ പ്യൂരിഫിക്കേഷന് വേണ്ടി ഉപയോഗിക്കുന്ന ഒരു സാധനമാണ് പൊട്ടാസ്യം പെർമാംഗനേറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഓക്സിഡേഷൻ നമ്പർ കാണിക്കുന്നത് ഏറ്റവും ഹയസ്റ്റ് ഓക്സിഡേഷൻ നമ്പർ കാണിക്കുന്ന രണ്ട് എലമെൻ്റ് ആണ് ഓസ്മിയവും റീനിയവും. +8 ഓക്സിഡേഷൻ സ്റ്റേറ്റ് ആണ് ഇത് രണ്ടും കാണിക്കുന്നത്. ഈ അതുപോലെ തന്നെ ഇനി ഓക്സിഡേഷൻ നമ്പർ ഒരു മെറ്റലിൽ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമുക്കൊരു മെത്തേഡുണ്ട്. ഇപ്പം ഫ്രീ സ്റ്റേറ്റിൽ നിൽക്കുക അല്ലെങ്കിൽ അൺകമ്പൈൻഡ് സ്റ്റേറ്റിൽ നിൽക്കുക. ഉദാഹരണം ഹൈഡ്രജൻ, ഡൈഹൈഡ്രജൻ, ഡൈനൈട്രജൻ, ഡൈ ഓക്സിജൻ, അല്ലെങ്കിൽ O3, ഓസോൺ, P4, S8, Na, MgAl, ഇതൊക്കെ ഫ്രീ സ്റ്റേറ്റിൽ നിൽക്കുന്നതാണ്. ഇതിൻ്റെ എല്ലാ ഓക്സിഡേഷൻ നമ്പർ എന്ന് പറയുന്നത് എന്താണ്? 0 ആണ്. നെക്സ്റ്റ്, ഒരു എലമെൻറ്റിനകത്ത് നമ്മൾ കൺസിഡർ ചെയ്യണം. ഫോർ എക്സാമ്പിൾ സോഡിയം ക്ലോറൈഡ്, അതിനകത്ത് സോഡിയം എന്ന് പറയുന്ന പ്ലസും ക്ലോറിൻ എന്ന് പറയുന്ന മൈനസും ആണ്. സോ സോഡിയം ക്ലോറൈഡിൽ അതിൻ്റെ സോഡിയത്തിൻ്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് എന്ന് പറയുന്ന +1ഉം ക്ലോറിൻ്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് എന്ന് പറയുന്ന -1 എന്നുമാണ്. ഓക്കെ, ഇനി ആൽക്കലീസ്, all alkali metals have oxidation number of +1 and alkaline earth metals have oxidation 2. Aluminum shows oxidation number of 3 in all of its compound. തേർഡ് പോയിന്റിൽ അലൂമിനിയം ഷോസ് 3 എന്ന് നമുക്ക് കൃത്യമായിട്ട് പറയാൻ പറ്റുമെങ്കിലും ദർ മേ ബി എക്സെപ്ഷൻസ്. കൃത്യമായിട്ട് നമുക്ക് പറയാൻ പറ്റത്തില്ല, ദർ മേ ബി എക്സെപ്ഷൻസ്. ബട്ട് ആദ്യം പറഞ്ഞിരിക്കുന്ന രണ്ട് കാര്യം ശരിയാണ്. മോസ്റ്റ് ഓഫ് ദി കോമ്പൗണ്ട്സ്, ബട്ട് സംടൈംസ് ഫോർ എക്സാമ്പിൾ ലൈക്ക് കോർഡിനേഷൻ കോമ്പൗണ്ട്സ്, ദർ ആർ കോർഡിനേഷൻ കോമ്പൗണ്ട്സ് ആർ ദർ. അപ്പോൾ അങ്ങനെയൊക്കെ വരുന്ന കേസിൽ നമുക്ക് കൃത്യമായിട്ട് പറയാൻ പറ്റത്തില്ല. നെക്സ്റ്റ്, ഓക്സിജൻ്റെ കോമൺ ഓക്സിഡേഷൻ സ്റ്റേറ്റ് എന്ന് പറയുന്നത് -2 ആണ്. -2 ആണ് ഓക്സിഡേഷൻ സ്റ്റേറ്റ്. ബട്ട് പല ഓക്സിഡേഷൻ സ്റ്റേറ്റുകളും ഓക്സിജൻ കാണിക്കും ഡിപ്പെൻഡിങ് അപ്പോൺ ദി നമ്പർ. ഓക്കെ, അതുപോലെ തന്നെ ഹൈഡ്രജൻ്റെ കോമൺ ഓക്സിഡേഷൻ സ്റ്റേറ്റ് +1 ആണ്. പക്ഷേ ഹൈഡ്രൈഡുകളിൽ ചില ഹൈഡ്രൈഡുകൾ നിങ്ങൾ ഒരു ചാപ്റ്റർ നമ്മൾ പഠിക്കും. നമ്മൾ പഠിച്ചൊരു ചാപ്റ്ററിനകത്ത് ഉദാഹരണത്തിന് നമ്മൾ പഠിച്ചൊരു ചാപ്റ്റർ ഹൈഡ്രജൻ തന്നെ ഹൈഡ്രജനകത്ത് പേജ് നമ്പർ 280 നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ പല ടൈപ്പ് ഹൈഡ്രൈഡുകൾ കാണാൻ പറ്റും. B2H6 അല്ലെങ്കിൽ MgH2 എന്ന് പറയുന്ന ഹൈഡ്രൈഡുകളുണ്ട്. ഈ ഹൈഡ്രൈഡുകളുടെയൊക്കെ ഓക്സിഡേഷൻ നമ്പർ എന്ന് പറയുന്നത് -1 ആണ്. അതുപോലെ തന്നെ ഇലക്ട്രോ നെഗറ്റീവ് എലമെൻറ്റ്, ഹയസ്റ്റ് ഇലക്ട്രോ നെഗറ്റിവിറ്റി ഉള്ള എലമെൻറ്റ് എന്ന് പറയുന്നത് ഫ്ലൂറിൻ ആണ്. ഫ്ലൂറിൻ്റെ ഓക്സിഡേഷൻ നമ്പർ എന്ന് പറയുന്നത് -1 ആണ് ഇൻ മോസ്റ്റ് ഓഫ് ദ കോമ്പൗണ്ട്സ്. ബട്ട് ദർ മേ ബി എക്സെപ്ഷൻസ് ഡിപ്പെൻഡിങ് അപ്പോൺ ദ കണ്ടീഷൻ. ഫോർ എക്സാമ്പിൾ പോസിറ്റീവ് ഓക്സിഡേഷൻ സ്റ്റേറ്റ് കാണിക്കുന്ന ഹാലജൻസ് ഉണ്ട്. ഓക്കെ, ഫ്ലൂറിൻ, ക്ലോറിൻ, ബ്രോമിൻ, അയഡിൻ, അസറ്റാറ്റിനൊക്കെ വരുന്ന ഗ്രൂപ്പിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത് ഹാലജൻസ് എന്ന് പറയുന്നത്. ഈ ഹാലജൻസ് എന്താണ് പോസിറ്റീവ് ഓക്സിഡേഷൻ സ്റ്റേറ്റ് കാണിക്കുന്ന സിറ്റുവേഷൻസ് ഉണ്ട്. ഓക്സോ ആസിഡ്സും ഓക്സൈഡ്സും എന്നും പറയുന്ന P ബ്ലോക്ക് എലമെൻറ്റ്സിൽ നമുക്ക് പഠിക്കാനുള്ള കാര്യങ്ങളാണ്. പിന്നെ ഒരു കോമ്പൗണ്ടിൻ്റെ അൾജിബ്രായിക് സം ഓഫ് ദി ഓക്സിഡേഷൻ നമ്പർ ഇൻ എ കോമ്പൗണ്ട് ഈസ് 0. വെൽ, നോൺ ചാർജ്ഡ് കോമ്പൗണ്ട്സ്, കറക്റ്റായിട്ട് പറഞ്ഞാൽ നോൺ ചാർജ്ഡ് ആയിട്ട്. ഫോർ എക്സാമ്പിൾ നമ്മളൊരു കോമ്പൗണ്ട് നമ്മൾ പറയുകയാണ്. ഉദാഹരണത്തിന് ഇപ്പം സ്ഥലത്ത് നോക്കണം, നമ്മൾ ഇതെടുക്കുകയാണ് MnO4-. ഓക്കെ, ഇങ്ങനെ ഒരു സാധനം നമുക്ക് എക്സിസ്റ്റിംഗ് ആണ് എന്നുണ്ടെങ്കിൽ ഈ ഇരിക്കുന്ന ടോട്ടൽ ഓക്സിഡേഷൻ സ്റ്റേറ്റ് എന്ന് പറയുന്നത് എന്തായിരിക്കും എന്നറിയാമോ? ഇത് ഒരിക്കലും 0 ആയിരിക്കത്തില്ല, ഇത് -1 ആയിരിക്കും. അതായത് മാംഗനീസിൻ്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് പ്ലസ് ഓക്സിജൻ ഇൻറ്റു -4 എന്ന് പറയുന്നത് എന്തായിരിക്കും? -1 ആയിരിക്കും അതിൻ്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് എന്ന് പറയുന്നത്. ഈ കാര്യം ഓർത്ത് വെച്ചിരിക്കുക. നെക്സ്റ്റ്, ഇൻ പോളി അറ്റോമിക് അയോൺ
ദി സം ഓഫ് ദി ഓക്സിഡേഷൻ നമ്പർ ഈസ് ഈക്വൽ ടു ചാർജ് ഓഫ് അയൺ. അതാണ് ഈ പറഞ്ഞ പോയിന്റ് ആണ് ഞാനിപ്പോൾ പറഞ്ഞത് കേട്ടോ. ഇപ്പം ഈ പറഞ്ഞ കാര്യം ഇതാണ്. KMnO4ൻ്റെ കേസിൽ എത്ര ആയിരിക്കും? അപ്പം KMnO4ൻ്റെ കേസിൽ പൊട്ടാസ്യം പെർമാംഗനേറ്റിൻ്റെ കേസിൽ ഓക്സിഡേഷൻ നമ്പർ, ടോട്ടൽ ഓക്സിഡേഷൻ നമ്പർ എന്ന് പറയുന്നത് എത്ര ആയിരിക്കും? നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഇതിൻ്റെ ഓക്സിഡേഷൻ നമ്പർ എന്ന് പറയുന്നത് 0 ആയിരിക്കും. ഓക്കെ.